കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് MP. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. AKG പോലുള്ള എത്രയോ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൽ ഒക്കെ ഭരണം കൈയാളിയിട്ടുണ്ട്. ഉന്നതമായിട്ടുള്ള മുഖ്യമന്ത്രി പോലുള്ള പദവികൾ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനം. ആ സമീപനമാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കെടുതികളാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കെടുതികളിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന്, എന്നാൽ പോലും കുറച്ച് സമയമെടുക്കും. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 5-6 മാസം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നമുക്കൊരു ട്രാക്കിലേക്ക് വരാനായിട്ട് കഴിയും. പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന ഈ യാത്രയിലുടനീളം ആദരണീയനായ പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും എന്താണ് പറഞ്ഞത്? നമ്മുടെ യാത്ര നടന്നത് വെറുതെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ വിമർശിക്കാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ വേണ്ടിയല്ല. പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് ഓരോ മേഖലകളിലും ചെയ്യാൻ പോകുന്നത്? കേരളത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള മേഖലകൾ, അത് വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിന്റെ സാധ്യതാ മേഖലകളായിട്ടുള്ള IT, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യുക? നമുക്കൊരു ഓൾട്ടർനേറ്റീവ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് അഭിമാനം പകർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം, ഒരു നിയമസഭാ സാമാജികൻ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ആ പ്രവർത്തനങ്ങളുമായി ഏറ്റവും നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കന്നിക്കാരനായിരുന്നിട്ട് പോലും പരിണിതപ്രജ്ഞനായ ഒരു സാമാജികന്റെ നിലവാരത്തിലേക്ക് ഉയർന്ന വെറും 5 വർഷക്കാലത്തിനിടയിൽ തുടക്കം മുതൽ തന്നെ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ, അഴിമതിക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്താൻ, അത് എത്ര ഉന്നതനാണെങ്കിലും, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ധിക്കാരവും ധാർഷ്ട്യവും എല്ലാം ഉള്ള ഒരു സ്വഭാവ രീതിയുള്ള അദ്ദേഹത്തെ പോലും വെല്ലുവിളിക്കുകയല്ല, കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ നോക്കി, മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടൻ തീർച്ചയായിട്ടും, എനിക്ക് യാതൊരു സംശയവുമില്ല, മൂവാറ്റുപുഴയുടെ അഭിമാനമാണ്. അദ്ദേഹത്തെ മൂവാറ്റുപുഴക്കാർ, ഈ നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ, മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും പരാജയമാണ്. വിശ്വാസികളെ ഇത്രയും ദ്രോഹിച്ച LDF സർക്കാർ ശബരിമല കൊള്ളയടിച്ചുവെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. നമ്മുടെ മേൽ നമ്മൾ വലിയ വഞ്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് നിങ്ങൾക്കറിയാമോ? 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, റോട്ടിൽ കൂടെ നമ്മൾ കാണുന്ന എല്ലാ ആളും 6 ലക്ഷം കോടി എന്നൊന്നും എഴുതിപ്പോകാം ഒരു പേപ്പർ എടുത്തിട്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. 1 ലക്ഷം കോടി രൂപയുടെ കടമാണ് 65 വർഷം കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായത്. ഈ 10 വർഷം കൊണ്ടത് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ മേലുള്ള ബാധ്യത 1.5 ലക്ഷം രൂപയാണ്. ജനിച്ചു വീണവർക്ക് മാത്രമല്ല, ഇപ്പം നമുക്കെല്ലാം ഉണ്ട് 1 ലക്ഷം. സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് MP, KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, PM അമീർ അലി, ജോസ് വള്ളമറ്റം, KG രാധാകൃഷ്ണൻ, ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, ഉല്ലാസ് തോമസ്, ഹാജി PS സലീം, രാജു P നായർ, PP എൽദോസ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, PA ബഷീർ, ഷൈസൺ P മാങ്ങഴ, വർഗീസ് മാത്യു, ജോയ്സ് മേരി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ.
അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.